ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനാണ് ഗോഡപ്പ ഗൈസ്. നമ്മളിൽ നിന്ന് വന്നേക്കുന്നത് നമ്മൾ ബെഡ്റോക്ക് എന്ന സീരീസുമായിട്ടാണ്. ഈ സീരീസിനെ കുറിച്ച് വല്ല അറിയുന്നില്ല, അങ്ങെടുത്തു അത്ര തന്നെ. സ്കായി ഞാൻ സ്പോണായിട്ട് എനിക്ക് കിട്ടിയ ഒരു സാധനമാണ്. ഇതുവരാണ് സംഭവം ഒരിക്കലും എടുത്തില്ല. ഇതൊരു ബുക്ക് ഇതാണ്. ഇങ്ങനെയാണ് ഇതെന്താ സംഭവം തിരികണം ഇവിടെ. ഇതിനെക്കുറിച്ച് പറയുന്നത് അയ്യോ ഇങ്ങനെ ഇതേത് ഭാഷയാണെന്ന് നിങ്ങൾ പറയുക, അങ്ങോട്ട് തിരിയത്തുള്ളൂ. കേൾക്കും. ഇതിനകത്ത് ആർമർ ഉണ്ടാക്കുന്നതും പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് കൊടുത്തേക്കുന്നത് തോന്നുന്നു. അതെ, അതൊക്കെ തന്നെ. ഓക്കെ, കൈ താഴെ ഇരിക്കട്ടെ. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഗോൾ ട്രാക്കർ ഗോൾ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇവിടെ ഇതുണ്ടല്ലോ അച്ചീവ്മെൻറ്റ്, അതൊക്കെ പോലത്തെ മെയിൻ ഗെറ്റിംഗ് സ്റ്റാർട്ട്. ഇതും അതേപോലത്തെ എന്തോ ആണ്. നോക്കട്ടെ. എന്തായാലും ഇതിനകത്ത് മരമൊക്കെ ഭയങ്കര വളർന്നൊക്കെ ഇരിക്കുന്നു. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് എനിക്കൊരു പിടുത്തമില്ല. അവിടെ ഈ മരമൊക്കെ ഇങ്ങനെ മരം എന്താ ഇങ്ങനെ ചെയ്യുന്നു. ഇതുവരെ വീഡിയോ കണ്ടിട്ട് സബ്യാത്തർ സബ്ബീക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ആടിനെ കൊല്ലണം. എല്ലാത്തിലും ഒരേപോലെയല്ലോ ആട്. ഇത് ബെറിയാണ്. കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റും. ഇത് പുല്ലാണ്. ഇത് അത് എല്ലാ ഗ്ലാസ് ഇതൊക്കെ ഇതൊക്കെ എടുക്കാം. ഇതൊക്കെ ഫുഡാണ്. നമ്മളെ മറ്റേ ബെറി ഉണ്ടല്ലോ, അവരുടെ ബെറി പോലത്തെ ഒരു ബെറി. ഇത് ബെറിയാണ്. ഇല്ല, ഇത് ബെറിയല്ല. ഇത് വെറുതെ ഒരു മരം. അതാ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എന്തോ ആടാ കോഴി അണ്ണാനെ ഇതിനൊന്നും കൊല്ലണ്ട. ആവശ്യമുള്ള നമ്മുടെ ആട്. ആട് ഇതാടാണ്. ഇത് കൊമ്പ് വെച്ച് കുത്തുക. റാം. ഇതിൻ്റെ പേര് റാം എന്താ? റാം. അടി 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 ഒരടി കൂടാ. ഉറച്ചത് അത്ര ഡിയർ. എടാ മോനെ. ഓക്കെ നമ്മുടെ സാധാ പട്ടി. ഇതൊരു റാണ്ടം വേൾഡാണ്. ഇതെങ്ങനെ കളിക്കുന്നത്? ബെഡ്റോക്ക് കളിച്ച പിള്ളേരുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടിട്ട് എനിക്കൊരു തേക്കാൻ മനസ്സിലാവുന്നില്ല. ഉച്ചക്ക് കുറവുണ്ടെ ക്ഷമിക്കുക. ചെറുതായിട്ട് ജലദോഷമുണ്ട്. പിന്നെ ഫാനും ഫക്കിട്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ പങ്കിരിക്കുന്നു. അവിടുത്തെ ബ്രിച്ചാണ്. കഴിക്കുന്ന ബുക്ക് കളയാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയാകുമ്പോൾ മോൺസ്റ്റർ വരുമോ എന്നാണ് എൻ്റെ പേടി. ഇത് പൊട്ടിക്കാതെ പറിച്ചെടുക്കാൻ പറ്റുമോ? പൊട്ടിക്കാതെ പറിച്ചെടുക്കാം. നമുക്കിനി ഇത് കഴിച്ചിട്ട് നമുക്കിനി വിശപ്പ് പറ്റാം. പക്ഷേ നമുക്ക് വിശപ്പ് പറ്റുന്നതല്ല, എന്തുവാ പക്ഷേ പറയുന്നില്ല, തെറ്റിപ്പോയി. ആടിനാണ് വേണ്ടത്. ആടിന് കുറേ നാളായില്ലേ ഗൈസ്. എനിക്കാണെങ്കിൽ വയ്യ. അവധിയായിട്ട് നല്ലൊരു അവധിയായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പോലും വയ്യ. ഇപ്പോൾ വീഡിയോ വേണ്ട. അയ്യോ, കൊച്ചിനെ ഇങ്ങോട്ട് വന്നത് അവിടെ കാരണം ഇതാ പോലെ എന്താ. പിന്നെ ഇതിനകത്ത് വേറൊരു മോഡ് കൊണ്ടിട്ടുണ്ട്. എന്തുവാ ഫുൾ ഗ്രാസ്. എൻ്റെ പഴയ ഫേവറേറ്റ് മോഡാണ്. ഞാൻ തപ്പി കൊണ്ടാണ് തുടങ്ങി. അത്രയും കിട്ടി.
ബഗ് ഇത് ലാഗ് സീല്ല കുറച്ച് മാറും ഇടക്കിടക്ക് വരുന്നതാണ് വന്നിട്ട് പോകും ഈ സംഭവം ലാഗ് ഏതാണ്ടൊക്കെ പോയിട്ടുണ്ട് മൊത്തത്തില്ല ഇതിനകത്ത് നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റിലേക്ക് ഗോൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് എന്തായാലും ബെഡിൽ കിടക്കാൻ വിധിക്കാത്തവരാണെന്ന് തോന്നുന്നത്. ഒരു സോഡിൻ്റെ ആക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ട്. അയ്യോ ഷവലുണ്ടാക്കി പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കി ഷവലാക്കി ഷവല് ചൊടിക്കാം. ഓക്കെ സെറ്റ്. ബാക്കിയുള്ള വരെ ഒന്നും വിളിക്കായിരുന്നു. വേണ്ട അവിടെ കിടക്കണേ ഭാവം ഭരിക്കും. അതുപോലെ കയ്യിരിക്കുന്ന സമയത്താണ് പറയട്ടെ. പിക്കാക്സ് മാത്രം കയ്യിരിക്കും. എല്ലാം പോലെ പോ. ഇതും മാത്രം ഇത്ര കയ്യിരിക്കട്ടെ. മറ്റൊരു ഷീപ്പ് സോഡ് ഉണ്ടാക്കരുത്. അങ്ങോട്ടെ ഷീപ്പല്ലേ ഇത്? ഇത് ഷീപ്പാണ്. പല കൊമ്പൊക്കെ നമ്മുടെ സാധാ ഷീപ്പിനെ കാണാൻ പറ്റും. ഇത് ഗ്രേ കളർ വേണം. കളറൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. എന്താ കളർ എക്സ്ട്രാ പോലെ എന്താണ് മനസ്സിലാവില്ല. ഇതൊന്നും ഇങ്ങനെ കളർ ഇതിന് മാത്രമല്ല. കുഴപ്പമില്ല. അതെന്താ ബഗ്ഗായില്ലെങ്കിൽ വേറെതിലായിരിക്കും ഫീച്ചർ. ആ ബഗ്ഗ എന്തിലായിരിക്കും. അടിച്ചോളൂ. ഇനിയിപ്പോൾ അടിച്ചു നോക്കിട്ട് പോട്ടെ. സാരില്ല. അവിടെ കിടക്കട്ടെ. മരം കുറച്ച് ഡാർക്കായിപ്പോയി. കുറെ വെട്ടമുണ്ട്. ബെഡറോക്ക് ഞാൻ പാട്ടൊക്കെ പാടാൻ പോയി. ഇനി എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അവിടെ എന്താ അതുകൊണ്ടല്ല എന്തോ പൊട്ടി ചത്തിയൊക്കെ ഇതാണല്ലേ. അതെ 2 ആടുകൾ. എനിക്ക് ഈ ആടല്ല വേണ്ട. എനിക്ക് ആടാം. എനിക്കിനി കളർ അടിക്കണം. അല്ലേ കളർ അടിക്കണമല്ലേ? ഉളുതേ അപ്പുറത്തുണ്ട്. ഓക്കെ ഇനി 3 ഇത് വേണം. എന്തുവാ ഫ്ലവർ ഈ ഫ്ലവർ അപ്പ് കിടക്കണം. ഞാൻ വിചാരിച്ചത് പിങ്ക് ആടായിരിക്കുന്നു. അതല്ല അത് വീടാ വീട്. നമുക്കായിട്ടൊരു വീട് അവിടെ ഗെയിം തന്നെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതെത്തുക ഇതാണ് മറ്റേ റീസ്പോൺസിറ്റി സംഭവം പോലുണ്ട്. കൊള്ളാം. എന്നാലും കുറെ ചെടിയും അറിഞ്ഞൂടെ എവിടെ നമ്മൾ ലൈറ്റ് ഓണായി. കൊള്ളാമില്ല. എന്തായാലും കൊള്ളാം. നിങ്ങളെ ഇനി ലൈക്ക് ചെയ്യുക. രാത്രി കുറെ പൂ കിട്ടി. പൂവേ സെയിം കളറിൽ ഒബ്ബില്ലേ? നമുക്ക് ബെഡ്റോക്ക് ഇല്ല. ബെറ്റർ ഭയങ്കര ഇല്ല. ഇതാ പൂവേ പാലപ്പൂവേ സെയിം കളറുള്ള ഉറപ്പില്ലടാ. ഈ ബറി പിടിച്ച് പോവാ. കളറാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല വരുന്നില്ല. കിട്ടി. കുഴപ്പമില്ല. പെടുത്ത് കളറിട്ട് അമ്മ ഒച്ചോറ. നമ്മളിങ്ങനെ ആദ്യത്തെ ബെഡുണ്ടാക്കാം. നമ്മൾ അയ്യോ രാത്രിയല്ലേ അത് ക്ലിക്കാണ്. എല്ലാം മുട കിടക്കുന്നുണ്ട്. എൻ്റെ ഫോൺ അവിടെ പോയി ബെഡ് അവിടെ
ബെഡില്ലേ ഒരു മുള്ളും ഉണ്ടാക്കണം. ഓക്കെ ബെഡ് ബെഡ് ഓക്കെ സെറ്റ് ഓക്കെ കിടന്നിട്ടുണ്ട്. രക്ഷപ്പെട്ട് എൻ്റെ പള്ളി. ഓക്കെ ഇത് നമുക്ക് ടൂൾ നോക്കാം. എനിക്ക് നമുക്ക് സ്റ്റോണൊന്നും കുടിച്ചിട്ട് അപ്പോൾ ഫുഡ് കഴിക്കാം. ഇത് നമുക്ക് എക്സ്ട്രാ കഴിക്കാൻ പറ്റും കേട്ടോ. ഈ സ്റ്റോണൊക്കെ ഒന്ന് കൊടുത്തിട്ടേ വെച്ചൊക്കെ നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോൺ കുറച്ചുണ്ട്. പിന്നെ ഇതൊക്കെ നോക്കട്ടെ. എന്തുവാ കോൾഡനാണ്, പക്ഷേ ഇതൊന്നും വെള്ളമില്ല. വെള്ളം എടുത്ത് താഴെ വെച്ചേക്കുക. അപ്പോൾ അത് വെള്ളം എടുത്ത് ഇതിനകത്ത് വേണം ഒഴിക്കേണ്ടത്. വീശിന് വീടായിരിക്കും. അമ്മറ വീട്ടിൽ പോയി തകാന്നു. ഇനിയിപ്പം വേറെ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വില്ലേജൊക്കെ ഉണ്ടോ, വില്ലേജൊക്കെ ഇടാൻ കിട്ടും. ഒക്കെ നോക്കി ഏതായാലും ടൂൾസിലോട്ട് പോവാം. കുറച്ച് ഇതൊക്കെ പൊടിയിട്ട് സ്റ്റോൺ സോഡ് എക്സ് നമ്മുടെ സ്പ്രെയർ ഉണ്ടല്ലോ. സ്പ്രെയർ കുറച്ച് പ്രശ്നമുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ ഇത് ഫുഡില്ല. സ്പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കൊണ്ടടിക്കുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ ബട്ട് ഈ പന്നികളെ പറ്റി ഇപ്പോഴാണ് ശ്രമിച്ചത്. ഈ പന്നി ഇത്ര ഹെൽത്ത് അല്ല അഭിപ്രായം തോന്നുന്നില്ല. കോട്ടോ ഒരു മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കളറിൻ്റെ പന്നീനെ കൊണ്ട് ഇതിൻ്റെ മുകളിൽ കിട്ടും. പക്ഷെ ആ പന്നീന് വെറുതെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫുഡ് അപ്പം നേരത്തെ കുടിച്ചാൽ സ്റ്റാർട്ട് ഫസ്റ്റ് ഫുഡ് കംപ്ലീറ്റ് ആണ്. ഇതൊക്കെയാണ് എന്തോ ഇത് ഇതൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടാ. എന്താ കുഴപ്പമില്ല. നമുക്കിപ്പം മര്യാദക്ക് ഗെയിം കളിക്കാം. ഓക്കെ ഫസ്റ്റ് എപ്പിസോഡ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സെക്കൻഡ് എപ്പിസോഡ് വീട്ടിലൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ പറയുന്നത് സബീക റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് ഗേൾസ്. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് വേറെ ഇച്ചിരി സീനാണ് പൊട്ടിക്കാൻ. വേറെ കുഴപ്പമില്ല. ഇവിടെ വേറെ വീടുണ്ടാക്കിയാലോ ഏത് ഉണ്ടാക്കാം. ഇവിടെ കുറച്ച് നിരപ്പുള്ള സ്ഥലമാണ്. ഇവിടെ ബെഡ് സെറ്റ് ചെയ്ത് ഫുഡ് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചാൽ അല്ല കുറച്ച് കയ്യിലോട്ട് ഇവിടെ ക്രാഫ്റ്റ് ലേബിൾ കിട്ടിയിട്ടുണ്ട്. ക്രാഫ്റ്റ് ലേബിൾ സെറ്റഡ്. ഇപ്പോൾ നമ്മുടെ സ്ഥലം ഇതാണ്. നിങ്ങൾക്ക് ഈ സൈഡാണെങ്കിൽ പറയുക. പക്ഷേ ഈ സൈഡിലൂടെ ഈ സൈഡിൽ കാണുന്ന ആ ഒരു വലിയ സാധനമൊന്നും കാണത്തില്ല. സൈഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. ഇത് ചെറിയ മരമാണ്. ബിൽഡിലുള്ള എന്തോ മരമാണ്. നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ നമുക്കൊരു പിക്കാക്സ് വേണം. ഒരു ഷവൽ വേണം. ഷവൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വുഡിൻ്റെ ആണ്. പിക്കാക്സ് ഷവൽ. ഓക്കെ അപ്പോൾ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ തന്നെ ഇരിക്കട്ടെ. ഗെറ്റ് അപ്ഗ്രേഡ് എനിക്ക് അച്ചീവ്മെൻറ്റ് കിട്ടി മേടിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് എനിക്ക് അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്നുള്ളത് കോപ്പർ ആകണം, പിന്നെ അയൺ ആകണം, പിന്നെ ഡയമണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് അച്ചീവ്മെൻ്റ് സോറി എന്തുവാ അഡ്വഞ്ചർ ടൈം. അത് ലോക്കാണ്. നെതർ
മോൺസ്റ്റർ ലൂട്ടർ, പിന്നെ ഇത് മോർ ഫുഡ്, കോമ്പാക്ട് ടൈം, മില്യൻ വേൾഡ്. എനിക്ക് വേറെ നോക്കിയോ കിട്ടി ക്ലെയിം ആൾ കൊടുത്തപ്പോൾ. അൺലോക്ക് അവൈലബിൾ. ഇത് വേറെതോ ഓക്കെ. ഇതിവിടെ അതിന് അവിടെ സെറ്റിങ്സിൻ്റെ എന്തോ സിമ്പിൾ ഉണ്ട്. അങ്ങോട്ടില്ല ഇത് ഞാൻ അപ്പം പറഞ്ഞ സാധനം കോംപ്രമൈസ് ഓൺ ഡെത്ത്. ഓക്കെ. വിത്ത് ബ്ലോക്ക് ഈസ് ദിസ് യു ഐ ദ വാല്യൂ ഈ സംഭവം ഞാൻ പറയാവേ. ഇത് പറയുന്നത് അതൊക്കെ തന്നെയാണ്, എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഇതൊന്ന് സെറ്റാകുന്ന ഒരു ഇതേ ഉള്ളായിരുന്നു. ബെഡ്റോക്ക് ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.